ഹലോ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ ഇന്ന് ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് ഞാനും ചിന്നാപ്പയും കൂടി നടക്കാൻ പോകുന്നു. അമ്മയും കൂടിയിട്ട് നടക്കാൻ പോകേണ്ട പരിപാടിയാണ്. നേരം വെളുത്തു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. അല്ലേ, 6 മണി കഴിഞ്ഞു. നമ്മൾ മൂന്നാളും കൂടി നടക്കാൻ പോകുന്നു. ആറാത്ത് വെറുതെ ഇങ്ങനെ ഞായറാഴ്ച അല്ലേ അല്ലേ. ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകേണ്ട തയ്യാറെടുക്കും. ചിന്ന വേഗം വിളിക്കുമ്പോൾ സായേട്ടൻ എണീപ്പിക്കാം. സായേട്ടൻ അറിയാം ഉറക്കന്നെ. അങ്ങനെ ചിന്നാപ്പി നല്ല തൊപ്പിയെല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ചിന്നാപ്പി നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടാണിടോ. എന്താണിപ്പോൾ കമോൺ. ദീദി ചാക്കോട്ടെ ചക്കരക്കോട്ടെ. നമ്മൾ നടക്കാൻ പോന്നെ. നടക്കാൻ പോയി കൂടെ അല്ലയോ ഞാൻ വന്നൂട്. തണുപ്പുണ്ട്, അത്ര വലിയ തണുപ്പൊന്നുമില്ല. വാ വാ വാ. വാ വാ. ഇത് 2 കയ്യും വീശി നടക്കണം, എന്നാലേ രസമുള്ളൂ. സ്പീഡിൽ നടക്ക്. എടുത്ത് വീഡിയോ എടുത്ത് നടക്കാൻ വേണ്ടിയില്ലേ? ഓള് വരുന്നോല് നടക്കട്ടെ. ഓക്കെ. കളിച്ചോ ചിന്നേൻ്റെ മെയിൻ ഉദ്ദേശം എന്താ പറയാ? തണുപ്പൊന്നുമില്ല ഇപ്പം. അങ്ങനെ അത് കനാലിലെല്ലാം എന്തെല്ലാം കൊണ്ടിട്ട് കനാലിലെല്ലാം നല്ല വേസ്റ്റെല്ലാം ചാടിച്ചു. ചെമ്മീൻ്റെ എല്ലാം വേസ്റ്റെല്ലാം ചാടിച്ചു. ചിന്ന ഉഷാറിൽ നടത്തും. കണ്ണ് ചിന്നെ തൊപ്പി കുറച്ച് മതിക്ക് ചിന്നെ കാണുന്നില്ല. രണ്ട് കയ്യും വീശി നടക്ക്. നടക്കാൻ വന്നാൽ മുട്ടയപ്പം ചായയും കിട്ടുമെന്ന് അല്ലേ? മുട്ടയപ്പം ചായയും കിട്ടുമെന്ന് നോക്കാം. നമുക്ക് കിട്ടുമോ നോക്കാലോ. വാ എന്നാ അതിൻ്റെ ആ ക്ലിപ്പ് പൊട്ടിയിട്ടുള്ളേ ശരിയാക്കി തരാം. കണ്ടോ, തൊപ്പി ശരിയാക്കി തരാം. കളി മതിയാ? ഇപ്പം കണ്ടില്ല, മതി. ചെറുങ്ങനെ താത്തൊത്താൽ മതി. മഞ്ഞോളുന്നതിന് എടുത്തിയല്ലേ വേമാ. ഓക്കെ. മുട്ടയപ്പം അങ്ങനെ എല്ലാത്തിനും അങ്ങനെ അന്നും അങ്ങനെ എന്നോട് പറഞ്ഞു. രാവിലെ എന്നെ വിളിക്കണമെന്ന്. സോനയും മാത്രം സൈക്കിൾ ഓടിക്കുന്നില്ലേ? വിടാതെ ഞാനാ സായേട്ടൻ സായന് വേണ്ടി കളിക്കാൻ പോട്ടു. അത്രയൊന്നുമല്ല, ഓൻ അത്ര ദൂരം പോകുന്നുണ്ടല്ലോ. ചിന്നേനെ കളിക്കാൻ വിടാതെ.
പോയില്ല എന്നെ പറ്റിക്കുന്നു കണ്ണവാ ആ കണ്ടോ കഴിഞ്ഞിട്ട് പോകും കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ കേട്ടോ. ചെപ്പം ചായ ഇപ്പം കിട്ടും പോകുമ്പോൾ തന്നെ കുറിച്ചിട്ടുണ്ടോ ഇപ്പം കിട്ടൂല പറയാനല്ലോ മാമൂലോ ഒരപ്പം ചായയും ഉണ്ടാവൂലേ തിരിച്ചു വരുമ്പോ ഉണ്ടാവൂലേ? അപ്പോ ഒരു 5 എണ്ണം വെക്കണേ. ആ കേട്ടാ ഇല്ല ഇന്ന് പോയില്ല. ആ ഇന്നലെ ഞായറാഴ്ച പോകില്ല. ഇപ്പൊ കല്യാണം ഉണ്ട് പറയാം. എത്ര കേട്ടോ 5 എണ്ണം വെക്കണേ. അപ്പുറത്തെ സൈഡിലൂടെ നേരെ നമ്പർ ആ വെച്ച വണ്ടിയാന്ന് സ്റ്റേഷനിലെ പണ്ട് ജോലിക്ക് പോയ കമ്പനിയിലെ വണ്ടിയത്. അപ്പോൾ ആ വണ്ടി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ വണ്ടി എന്ന് പറയാം. അപ്പോൾ നമ്മളെ വണ്ടി രാവിലെ ആകുമ്പോൾ വണ്ടികളൊക്കെ ചീരിപ്പാഞ്ഞ് പോക്കാം. നമ്മളെ നാട് അടിപൊളി നാടാട്ടോ. നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ സൈഡെല്ലാം 2 മരങ്ങളിലായിട്ട് 2 ഭാഗത്ത്. പക്ഷെ ആൾക്കാരുടെ പ്രശ്നം വെച്ചാൽ വേസ്റ്റ് കൊണ്ടുവരില്ല എന്ന് ഏറ്റവും വലിയ പ്രശ്നം. റോഡ് സൈഡിൽ നല്ല രസമാണ്. 2 ഭാഗത്തും മരങ്ങളായിട്ട് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് നമ്മുടെ നാറാത്ത് പഞ്ചായത്ത്. പക്ഷെ ഇതന്നെ പ്രശ്നം, റോഡ് സൈഡിലെ ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവരും. വണ്ടിയിൽ പോകുന്ന ദൂരെയുള്ള ആൾക്കാരെ വന്നിട്ട് ഇതിലോട്ട് പോകുമ്പോൾ ആൾക്കാരില്ലാത്ത സ്ഥലമാണോ വേസ്റ്റ് കെട്ടാക്കി തരുന്നിട്ട് പരിപാടി. പക്ഷെ ഇപ്പം കുറച്ച് കുറവാണ്. ആ 2 കയ്യും പിടിച്ചെടുത്ത് ഓളം ഇങ്ങനെ വിടാം. കൈ പിടിച്ച് നടക്കുക, കൈ വീശി നടക്കും. പിന്നെ
വരൂ വരൂ, കുറച്ച് സ്പീഡിലടക്കും, താഴത്തെ കൂടെ സ്പീഡിലടക്കും. നടന്ന് നമ്മളിപ്പോൾ ആലങ്കിയിലെത്താനായി കേട്ടോ. ആലങ്കിയിൽ എന്നൊരു സ്ഥലം, അതുവരെ എത്താനായി. നമ്മുടെ ഏകദേശം ഒരു കാക്കത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത്ര വരെ നടന്നിട്ട് തിരിച്ചു വരും. ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ടും 1.5 കിലോമീറ്റർ ഇങ്ങോട്ടും. ഇതെന്താ, ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് മഞ്ഞ പൂ വന്നിട്ട് റോഡിൽ കംപ്ലീറ്റ് നല്ല രസമില്ലേ. അങ്ങോട്ടുണ്ട് കേട്ടോ മഞ്ഞ പൂ. ഇവിടെ കൂട്ടി വന്നാലുള്ള ഒരു ഒറ്റ പ്രശ്നം, യേശുവിനെ കൂട്ടുന്നത് റോഡ് സൈഡിൽ എന്തെങ്കിലും ഒരു വിത്ത് കണ്ട് അപ്പം പൊറുക്കാൻ തുടങ്ങും. ഇവിടെ റോഡ് സൈഡിൽ മറ്റൊരു വാളുണ്ട്, വാള്, വലിയ വാള് ഇതിൻ്റെ മുകളിലുണ്ട്. അത് ഉണങ്ങിയിട്ട് പൊട്ടിയിട്ട് അതിൻ്റെ വിത്ത് അത് പൊറുക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഇടല്ല, വെണ്ടയ്ക്കേൻ്റെ ഉണ്ടാവും വിത്ത്. ഇതാ ഉണങ്ങിയ വെണ്ടയ്ക്കേൻ്റെ അകത്ത് വിത്ത് ചേർത്തോ. ചിന്ന ഈസാൻ അറിയാം, ഈസാൻ നമ്മളെന്തതിന് പറയാ, മുട്ടാമ്പിളി. ഇതാ ആദ്യത്തൊന്നുമില്ല, അതിപ്പം തിന്നേക്കല്ലേ. മുട്ടാമ്പിളി നടുവലി ഭയങ്കര ഇതെല്ലാം മരുന്നാന്ന് തോന്നല്ലേ ഇത്. സാധനം ഇപ്പം തിന്നത് വെറും വയറ്റിലൊന്നും തിന്നേക്കണ്ട. പണ്ട് നമ്മൾ കുറേ തിന്ന സാധനമായിരിക്കും. ഇപ്പം ഇതേടിയില്ല. അങ്ങനെ അടക്കിച്ചില്ല, 2 കയ്യും വെച്ച് സ്പീഡ്. ചിന്നലൊക്കെ നടത്തിട്ട് നമുക്ക് എത്തുന്നില്ല, സ്പീഡാക്കല്ല നമുക്ക് എത്തുന്നില്ല. ചിന്ന നടക്കുന്ന പറയുമ്പോൾ ഒരൊറ്റ നടത്താണ്. നടന്ന് ഞങ്ങൾ ആലങ്കിയിൽ കഴിഞ്ഞിരിക്കുന്നു. ചിന്നാപ്പി നല്ല സ്പീഡിലുള്ള നടത്താണ്. അടിപൊളി സ്ഥലമാണ്. രാജുവേട്ടനോ അല്ലല്ലോ. ബൈ കുറച്ചും കൂടി നടക്കും. ഇത്ര മതിയാ? തന്നെ കൊട്ടെ, ഇത് തീരെ ഇല്ലാണ്ടായി. അത്രയും വരെ നടന്നിട്ട് വരാമോ? കാക്കത്തിരുത്തിൻ്റെ അത്രയും വരെ പോയിട്ട് വരാം. നമ്മളെ റോഡിൻ്റെ സ്റ്റൈൽ കണ്ടോ, 2 ഭാഗത്തും മരങ്ങളായിട്ടൊരു ഗുഹേൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലെ ഉണ്ടാവും. അടിപൊളിയാണ്. അവിടെ അങ്ങോട്ട് പോയി അങ്ങോട്ട് ലോങ് വരെ ഫുള്ള് 2 സൈഡിലും മരമാണ്. വണ്ടിയെല്ലാം പോകുമ്പോൾ അധികം ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട്. ഫുൾ മരങ്ങളാണ് 2 സൈഡിലും. അതെല്ലാം വാങ്ങി തരും. ചിന്നാപ്പി വരെ നടത്താൻ മതിയാക്കാം, നമുക്ക് തിരിച്ചു പോകാം. മുട്ടയപ്പം ചായയും കിട്ടില്ല എന്നുള്ള പേടിയുണ്ട്. മുട്ടയപ്പം തീർന്നു പോകുന്നു, അതുകൊണ്ട് വേഗം തിരിച്ചു പോകാമെന്നാണ് പറയും. ചാടി എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുട്ടയപ്പം. വരാ നടന്നോ, തിരിച്ചോ. നല്ല രസമുണ്ടാ, പൂവെല്ലാം പിടിച്ചിട്ട് നല്ല രഥന്നെ. മോനെ വാമോനെ, ഇങ്ങോട്ട് വാമോനെ, എവിടെയാ പോകുന്നു മോനെ? ഈ ചെടി ഇതൊരു മരുന്നിൻ്റെ ചെടിയാണ്. ആൾക്കാർ മുട്ടുവേദനക്കുള്ള ഇതിലെന്തോ പൊട്ടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ചെടിയിലെ സാധനം. ഇതാണ് ആ മരുന്ന് ചെടിയില്ലേ, മറ്റെന്താ മുട്ടുവേദനക്ക എന്തോ തേക്കുന്നത്? പാലുണ്ണി എന്തോ തേക്കുന്നത്? നമ്മളെ നാറാത്ത് മുച്ചിലോട്ട് കാവിൻ്റെ കളിയാട്ട മഹോത്സവം 9, 10, 11, 12 തീയതിയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കാവായത് മുച്ചിലോട്ട് കാവ്.
ചിന്ന ഓടല്ല ചിന്ന, അവിടെ നിൽക്കൂ ചിന്ന, ചിന്ന ഓടല്ല. സൈഡിലേക്കാ വണ്ടി വരുന്നുണ്ട്. അയ്യോ പാവം, അടക്ക് അവിടെ നിൽക്ക്. കാക്കേ ആ ഞാൻ വിളിക്കുന്ന കാക്ക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് നമ്മൾ മുട്ടയപ്പം പാർസൽ വാങ്ങിക്കുവാന്. അങ്ങനെ മുട്ടയപ്പം റെഡിയായി. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടോ, ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചായയും മുട്ടയപ്പം കൂടി കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. പക്ഷേ എന്താ നടന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ചായ വെക്കട്ടെ. ചായ നല്ലോണം തിളച്ച് നല്ല സ്ട്രോങ് ആണ്. 3 ഗ്ലാസ് ചായ. ചായ എണീച്ചിട്ടില്ല. മുട്ടയപ്പവും ചായയുമായി ഞങ്ങളിതാ മുന്നോട്ടേക്ക് പോവുകയാണ്. നടന്നു വന്ന ക്ഷീണം മാറ്റാൻ ചായ ഇതാ, ചായയും മുട്ടയപ്പം.